തങ്ങൾക്ക് വഴങ്ങാത്ത ഒരു രാജ്യത്തെ തകർക്കാൻ അമേരിക്ക കാട്ടുന്ന ഈ വ്യഗ്രത മനസ്സിലാക്കാതിരിക്കാൻ മാത്രം വിഡ്ഢികളല്ല ലോക ജനത. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ എണ്ണയൊഴിച്ച് അത് വലിയൊരു കനലാക്കി മാറ്റിയതും ഇപ്പോൾ ആ കനലിൽ നിന്നും തങ്ങളുടെ താല്പര്യങ്ങൾ ചുട്ടെടുക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയുടെ പഴയൊരു ശൈലിയാണ്. എന്നാൽ സിംഹത്തിന്റെ മടയിൽ ചെന്ന് പോരാടാൻ ഇറങ്ങുന്ന ട്രംപ് ഭരണകൂടത്തിന് ഒരു കാര്യം മറന്നുപോയിരിക്കുന്നു. ഇത് പഴയ ഇറാനല്ല. 2026 ജനുവരിയിലെ ഈ ശനിയാഴ്ച പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും ആശങ്കാജനകം നിറച്ചതായിരുന്നു. ഇറാനിലെ ആഭ്യന്തര അശാന്തിയെ ഒരു സൈനിക ഇടപെടലുള്ള മറയാക്കി മാറ്റുവാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരായ വലിയ തോതിലുള്ള വ്യോമ ആക്രമണങ്ങൾക്കായി അമേരിക്കൻ ജനറൽമാർ അടിയന്തര പദ്ധതികൾക്കായി തയ്യാറാക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് രാജ്യവ്യാപകമായിട്ട് അശാന്തിയുടെ 3ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ തങ്ങൾ സഹായിക്കാൻ തയ്യാറാണെന്നും തടഞ്ഞുകിടക്കുകയായിരുന്നുവെന്നും തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് വീമ്പ് പറയുന്നു. എന്നാൽ ഈ സഹായം വെറും ഒരു പ്രഹസനമാണെന്ന് ലോകത്തിന് നന്നായിട്ട് അറിയാം. 2025 ഡിസംബറിൽ ആരംഭിച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പിന്നിൽ ദശകങ്ങളായിട്ട് അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങളാണെന്ന സത്യം ട്രംപ് മറച്ചു പിടിക്കുന്നു. ഇറാന്റെ കറൻസി മൂല്യമിടിഞ്ഞതും പണപ്പെരുപ്പം കുതിച്ചുയർന്നതും ആസൂത്രിതമായ ഈ സാമ്പത്തിക യുദ്ധത്തിന്റെ ഫലമായിരുന്നു. വൈറ്റ് ഹൗസിനുള്ളിലെ ചർച്ചകൾ പ്രകാരം കരസേനയെ ഇറക്കാതെ തന്നെ ഇറാന്റെ നട്ടലൊടിക്കാനാണ് നീക്കം. വേദനിക്കുന്നിടത്ത് അവരെ അടിക്കുക എന്ന ക്രൂരമായ തന്ത്രമാണ് അമേരിക്ക മെനഞ്ഞത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ കമാൻഡ് സെന്ററുകളും വ്യോമ പ്രതിരോധ സൈറ്റുകളുമാണ് ട്രംപിന്റെ ലക്ഷ്യം. 2025 ജൂണിൽ ഫോർഡോയിലെ ആണവ നിലയങ്ങൾക്ക് നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച അതേ ഹീനമായ വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കാനാണ് അമേരിക്കയുടെ നീക്കം. മനുഷ്യാവകാശങ്ങളുടെ പേര് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത് അമേരിക്കയുടെ ചതിയൻ ചെന്നായുടെ ചോരകുടിയൻ നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. 65 പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്കുകൾ ഉയർത്തിപ്പിടിച്ച് ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ ബോംബറുകൾ പറക്കുമ്പോൾ അത് സമാധാനത്തിനായിട്ടുള്ളതല്ല, മറിച്ച് തങ്ങളുടെ ഇന്ധന താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് ലോകം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാൻ ഇറാൻ തയ്യാറേയല്ല. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നേരിട്ട് അമേരിക്കയെ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഇറാനികളുടെ രക്തം പുരണ്ട കൈകളാണ് അമേരിക്കയുടേതെന്നും കലാപമുണ്ടാക്കിയ രാജ്യത്തെ തകർക്കാൻ നോക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. സജീവമായ സൈനിക ആസൂത്രണത്തിലേക്ക് അമേരിക്ക കടക്കുമ്പോൾ തങ്ങളുടെ ഓരോ തരിമണ്ണും സംരക്ഷിക്കാൻ ഇറാനിയൻ ജനത സജ്ജമാണ്. തന്ത്രപരമായ ക്ഷമയുടെ കാലം കഴിഞ്ഞുവെന്നും സൈനിക ഇടപെടൽ നേരിട്ട് നടത്തുന്നുമുള്ള അമേരിക്കൻ സിദ്ധാന്തം ഇറാന്റെ ചങ്കുറപ്പിന് മുന്നിൽ വഴിമാറേണ്ടി വരും. 1980കളിൽ സദാമിനെ മുന്നിൽ നിർത്തി അമേരിക്ക നടത്തിയ യുദ്ധത്തെ അതിജീവിച്ച ഇറാന് ട്രംപിന്റെ ഈ വ്യോമാക്രമണ ഭീഷണി വെറുമൊരു മരച്ചീക മാത്രമാണ്. അമേരിക്കൻ ആധിപത്യത്തിന് വഴങ്ങാതെ ഏതൊരു രാജ്യത്തെയും തകർക്കുക എന്നത് ആ രാജ്യത്തിന് പണ്ട് മുതലേയുള്ള നയമാണ്. എന്നാൽ ഇറാൻ എന്ന പടക്കുതിരയ്ക്ക് മൂക്കുകയറിട്ട് കളം പിടിക്കുവാനും ലോകത്തെ വിറപ്പിക്കാനും സാധിക്കുക എന്നത് ഇത്രയും കാലമായിട്ട് ഒരു രാജ്യത്തിനും സാധിക്കാത്ത കാര്യം തന്നെ. ഇന്ന് ട്രംപ് വിരിക്കുന്ന ഈ യുദ്ധ വലയിൽ ഇറാൻ കുടുങ്ങുമെന്ന് കരുതുന്നവർക്ക് തെറ്റിപ്പോയി. ആകാശത്ത് ബോംബറുകൾ വിട്ടതുകൊണ്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തകർക്കുവാൻ കഴിയില്ല. ഇറാന്റെ മണ്ണിൽ ചോര വീഴ്ത്താൻ വരുന്നവർക്ക് അവരുടെ ചോര കൊണ്ട് മറുപടി നൽകാൻ ടെഹ്റാൻ പ്രാപ്തമാണ്. ആത്യന്തികമായിട്ട് ഈ സാമ്രാജ്യത്വ തന്ത്രങ്ങൾ അതിജീവിച്ച് ഇറാൻ തലയുയർത്തി അതിനെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ അഭിമാനമായ F-35 ലൈറ്റനിങ് വിമാനങ്ങൾക്കും B-2 ബോംബറുകൾക്കും ഇറാന്റെ ആകാശത്ത് പ്രവേശനമില്ല എന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ അത് വിശ്വസിച്ചേ മതിയാകൂ. ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ റഷ്യൻ S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തോട് കുടപിടിക്കുന്ന ചില കാര്യങ്ങളിൽ അതിനെപ്പോലും വെല്ലുന്ന ഇറാന്റെ സ്വന്തം നിർമ്മിതിയാണ് ബാവർ 373. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉപരോധം എന്ന ചങ്ങല കൊണ്ട് ഇറാന്റെ കൈകാലുകൾ കെട്ടിയിട്ടപ്പോൾ തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇറാൻ നിർമ്മിച്ചെടുത്ത ഈ അദൃശ്യ മതിൽ ഇന്ന് വൈറ്റ് ഹൗസിലെ ജനറൽമാരുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഇറാന്റെ സൈനിക കരുത്തിന്റെ നട്ടെല്ലാണ് ഈ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. 2019 പുറത്തിറക്കിയ ഈ സംവിധാനം ഇന്ന് കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട ബാവർ 373 അപ്ഗ്രേഡ് പതിപ്പിലെത്തി നിൽക്കുന്നു. ഇതിന്റെ പ്രത്യേകതകൾ കേട്ടാൽ ഏതൊരു സൈനിക വിദഗ്ധനും അമ്പരന്നു പോകും. ആ അമ്പരപ്പിലാണ് ഇപ്പോൾ അമേരിക്കയും ഉള്ളത്.